കോഴിക്കോട് നിന്നും ഗൂഡല്ലൂർ വഴി മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ കടുവയും പുലിയും കാട്ടുപോത്തും ആനയും മാനും മയിലും അങ്ങനെ ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കണ്ടുകൊണ്ട് തിരിച്ചു വന്നാലോ? നിങ്ങൾക്ക് ആനയെ ഇഷ്ടമാണോ? എങ്കിലേ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോഴിക്കോട് നിന്നും 5:20 എടുക്കുന്ന TNSTC ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ബസ് ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ്. കോഴിക്കോട് നിന്നും 5:20 എടുത്തിട്ട് 12:30 ആവുന്ന സമയത്ത് ഊട്ടിയിലെത്തും. എന്തായാലും ഇതാ ഈ വരുന്ന ബസ് കണ്ടോ? അയ്യോ ഇതല്ല, ഇത് മൈസൂരേക്ക് പോകുന്ന ബസ്സാണേ. ഇതാ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ ഗൂഡല്ലൂരേക്ക് പോകുന്നത്. കൊടുവള്ളിയിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 6 മണിയായി. ഗൂഡല്ലൂർ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 10:10 ആവുന്ന സമയത്ത് നമ്മൾ ഗൂഡല്ലൂർ എത്തും. അവിടെ നിന്നാണ് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലേക്ക് പോകുന്നതും സഫാരി പോകുന്നതും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാണ് അടിവാരം. ഇവിടുന്ന് അങ്ങോട്ടേ താമരശ്ശേരി ചുരം തുടങ്ങുക. ഒമ്പത് ഹെയർപിൻ എല്ലാം കയറിക്കൊണ്ട് അങ്ങനെ 1-ാം വളവും പിന്നെ ഇതാ 2-ാം വളവും അങ്ങനെ 2, 3, 4, 5 എല്ലാം കയറി അങ്ങനെ ചുരത്തിൻ്റെ ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒമ്പതാം വളവ് കഴിഞ്ഞു. ഏകദേശം അതാ വ്യൂ പോയിന്റ് എത്താനായിട്ടുണ്ട്. ആ ഒരു മലയുടെ മുകളിലേക്കൊന്ന് നോക്കിയേ. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തെ ചുവന്ന് കിടക്കുന്ന ആ ഒരു ആകാശവും ആ ഒരു മലകൾക്കിടയിലൂടെ വരുന്ന ആ ഒരു വെളിച്ചവും അതോടൊപ്പം ഇവിടുത്തെ തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടി ഒരു 1.5 വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അതും നമ്മുടെ ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്തെ മുകളിൽ നിന്നും കൂടെ കാഴ്ച കാണുമ്പേ ഒന്നും പറയാനില്ലാത്ത വൈബായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സ്ഥലത്തൂടെ പോയിട്ടുള്ളത് രാത്രി 2 മണി സമയത്താണ്. ആ സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്തെ ആരെയും കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും താമരശ്ശേരി ചുരത്തു കൂടെ യാത്ര ചെയ്യാനേ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പോകുന്ന വഴിയിലെ 2-ാം വളവിലൊക്കെ ഇറങ്ങിയിട്ട് കാടമുട്ട ഫ്രൈയും അതോടൊപ്പം ചുരത്തിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോവാം. കോഴിക്കോട് കഴിഞ്ഞ് ഇതാ വയനാട്ടിലേക്ക് കയറുക. ഈ ഒരു ബോർഡർ കഴിഞ്ഞാലേ തണുപ്പും കോടമഞ്ഞും അതോടൊപ്പം തേയില കൃഷിയും എല്ലാം തുടങ്ങുക. ഇതേപോലെ കോട പുതച്ച് കിടക്കുന്ന കാഴ്ചകളും തണുപ്പും ഈ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ. ആ ഒരു സൺറൈസ് കാണാൻ എന്താലേ ഭംഗി. അവിടുന്ന് ആ ഒരു വെളിച്ചം തേയില കൃഷിയുടെയും അതേപോലെ തന്നെ കാറ്റാടി മരത്തിൻ്റെ ഒക്കെ മുകളിലേക്ക് വരുന്ന സമയത്തെ കാണാൻ വല്ലാത്തൊരു വൈബാണ്. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഇതാ 140 രൂപയാണ് നമുക്ക് ഗൂഡല്ലൂരേക്ക് ടിക്കറ്റ് വന്നിട്ടുള്ളത്. വീണ്ടും തേയില കൃഷിയും കാറ്റാടി മരവും അതിനിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ഭംഗിയും കോടമഞ്ഞും തണുപ്പും അങ്ങനെ വല്ലാത്തൊരു വൈബുള്ളൊരു യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ബസ് നിർത്തിയിട്ടുണ്ട്. സമയം 8:30 മണിയായി. ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇത്. ഇവിടുന്ന് ഗൂഡല്ലൂരേക്ക് ഒരു 36 കിലോമീറ്ററും കൂടെ ഇനിയും പോകാനുണ്ട്. അതും പോകുന്ന റൂട്ടിൽ തേയില കൃഷിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇനിയും പോകാനുള്ളത്. അതുകൊണ്ട് കാഴ്ചകൾ ഉള്ളതുകൊണ്ടേ സമയം ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഇതാ അവസാനം ഇതാ ഗൂഡല്ലൂർ എത്തി. സമയം 10 മണിയായി. തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതായത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ സഫാരി തുടങ്ങുന്ന സ്ഥലമാണ് ഈ ഒരു തെപ്പക്കാട് എന്ന് പറയുന്നത്. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് മൈസൂരിലേക്ക് പോകുന്ന ബസ് ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ട് നമുക്ക് തെപ്പക്കാട് എത്താൻ പറ്റും. പക്ഷേ
എല്ലാ മൈസൂർ ബസ്സിലും ചാടി കയറാൻ നിൽക്കണ്ട. കാരണം ചില ബസ്സുകൾ ഈ ഒരു തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തൂല. പിന്നെ നിങ്ങൾ ഗുണ്ടിൽപേട്ട പോയിട്ട് ഇറങ്ങിയിട്ടേ തിരിച്ചു വരേണ്ടി വരും. ചോദിച്ചതിന് ശേഷം മാത്രം ബസ്സിനകത്ത് കയറുക. നമ്മളെന്തായാലും പോകുന്നതേ മസനഗുഡിക്ക് പോകുന്ന ബസ്സിനകത്താണ്. 11:30 ഇവിടുന്ന് എടുക്കുക. എന്തായാലും കഥകളൊക്കെ പറഞ്ഞു നിന്നപ്പോൾ ഇതാ ബസ് വന്നു. ഓടി കയറട്ടെ. നല്ല തിരക്കാട്ടോ ഈ ഒരു ബസ്സിനകത്ത്. ഇതേ സ്മോൾ ബസ്സാ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിലേ ഒന്ന് കുനിഞ്ഞിട്ട് നോക്കണം. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ മുതുമലൈ ടൈഗർ റിസർവ്. ഇവിടുന്ന് അങ്ങോട്ടേ കാട് തുടങ്ങുക. കടുവയുടെ ഫോട്ടോ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വല്ലതും കണ്ടാൽ മതിയായിരുന്നു. കാടിനുള്ളിലേക്ക് കയറുമ്പോഴേക്കേ വല്ലാത്തൊരു പ്രതീക്ഷ അല്ലേ. കാടിനുള്ളിൽ കയറിയാലേ നമുക്ക് വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആനിമൽ സൈറ്റിങ് കിട്ടുമെന്ന് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലേ. ആ ഒരു മരത്തിൻ്റെ അടിയിലേ ഒരുപാട് മാനുകൾ ഇതാ കിടക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചായിരിക്കും. ഏതൊരു സമയത്ത് ഈ ഒരു റൂട്ടിൽ പോയാലേ മാനുകളെ എന്തായാലും കാണും കേട്ടോ. 14 രൂപയാണ് ഗൂഡല്ലൂരിൽ നിന്നും തെപ്പക്കാടേക്കുള്ള ബസ് ടിക്കറ്റ്. അങ്ങനെ ഇതാ തെപ്പക്കാട് എത്തി. ഈ ഒരു ബസ്സേ നേരെ മസനഗുഡിക്ക് പോകും. ഈ ഒരു ബസ് വരുന്നത് കണ്ടോ, അത് മൈസൂരിൽ നിന്ന് വരുന്ന ബസ് കേട്ടോ. ഈ ഒരു പിക്കപ്പ് പോകുന്ന കണ്ടോ, അതിലെയാണ് നമുക്ക് മസനഗുഡിക്ക് പോകേണ്ടത്. റോഡ് സൈഡിൽ തന്നെ ഒരുപാട് മാനുകൾ, അതിനിടയിലൂടെ ഹനുമാൻ കുരങ്ങും എല്ലാ കുരങ്ങന്മാരും ഉണ്ടല്ലോ. റോഡ് സൈഡിൽ തന്നെ കേട്ടോ, ഇത് തൊട്ടടുത്താണിത്. പിന്നെ ഇതാ മയില്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ ദൂരത്ത് ഇവിടല്ലേ കുങ്കിയാനയാണിത്. ഓ, പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു യാത്ര. അടിപൊളി. എവിടുന്ന് ആനകളെ കണ്ടാലും ഒന്ന് നോക്കിപ്പോവും അല്ലേ. ഇനി മുന്നോട്ടുള്ള കാഴ്ചകളിലെ ആനകളുടെ സംസ്ഥാന സമ്മേളന വരുന്നത്. ഇവിടുന്ന് മസനഗുഡിക്ക് 25 കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഊട്ടിയിലേക്ക് 54 കിലോമീറ്ററിനടുത്തും ദൂരം വരുന്നുണ്ട്. മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റൂട്ടാണ്. നിങ്ങൾ കേട്ടില്ല ഈ ഡയലോഗൊക്കെ? സത്യമാണ് കേട്ടോ. നമ്മളെ ഊട്ടിയിൽ നിന്നും മസനഗുഡിയിലേക്ക് TNSTC ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോവുക നല്ലത്. ഈ ഒരു ഹോട്ടലിൽ നിന്നാ ഫുഡ്, പക്ഷേ ഇവിടെ 1 മണിയാവുന്ന സമയത്തെ ഫുഡാവും. എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ. ഈ മുന്നോട്ട് കാണുന്നതേ മോയാർ നദിയാണ്. വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂണ്ടയിടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ട്രൈബൽസ് ആണെന്നാ തോന്നുന്നു കേട്ടോ. ഇവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ ആവോ. ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മളിതാ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ഇതേപോലത്തെ ബസ്സിനകത്താണ് ഇവിടുന്ന് സഫാരി പോവുക. പിന്നെ ഇവിടെ ജിപ്സിയും ജീപ്പും അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. രാവിലെ 6:30 മുതൽ 10 മണി വരെയും പിന്നെ 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കാടിനുള്ളിലേക്ക് സഫാരി ഉള്ളത്. ബസ്സിനകത്ത് പോകാനേ 340 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ നിന്ന സമയത്തെ ഒരു ബോർഡ് കണ്ട് ഞാൻ വന്നിട്ടുള്ളത് 25-ാം തീയതിയാ. ഏറ്റവും മുകളിലത്തെ ആളെ കണ്ടോ, ടൈഗർ. 25-ാം തീയതി ഇന്ന് രാവിലെ പോയവർക്ക് ടൈഗറിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാണാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം അല്ലേ. 2:30 ആയപ്പോൾ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വന്നിട്ടുള്ള മുതുമലൈ റൂട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടുള്ളത്. ഹനുമാൻ കുരങ്ങ് ഇത് എന്ത് നിപ്പാടാ. റോഡിൻ്റെ നടുവിൽ അവൻ്റെ നിപ്പ്. ബസ്സിന് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ ഇനി ഹനുമാൻ കുരങ്ങാണ് കാട്ടിലെ വലിയ സംഭവമാകുന്നു. ഈ ഒരു റൈറ്റിലേക്കുള്ള ആ ഒരു റോഡ് കണ്ടോ, ഇതിലെങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുന്നത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് തന്നെ ഈ കാണുന്നത് മൊത്തം തേക്ക് മരങ്ങളാണ്. അതുമാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് കാടിൻ്റെ ഭംഗി തുടങ്ങുക. കഥകളൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഇതാ ഒരാന അപ്പുറത്തെ പറമ്പിൽ ഡ്രൈവർ കാണിച്ചെന്നാ. ഇത് ഫീമെയിലാ. ഇത് ഒരുപാട് ലോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ നോക്കി നിന്ന് വേഗം പോന്നു.
കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ കാടിൻ്റെ യഥാർത്ഥ രൂപം, ഭംഗി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പാലവും അതിനിടയിൽ ആ ഒരു പച്ചപ്പും മരങ്ങളും എല്ലാം കൂടെ കാണുമ്പേ ഇതേപോലത്തെ കാടിനുള്ളിലൊക്കെ പോയാലേ ഇതേപോലത്തെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേറെ എവിടെ നമുക്ക് ഇതേപോലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കുറച്ചും കൂടെ മുന്നോട്ട് വന്ന സമയത്ത് ഇതാ താഴത്ത് ഒരാന, അവൻ്റെ നിപ്പ് കണ്ടോ, ഇതൊരു കൊമ്പനാ. ആ ഒരു ചളിവെള്ളത്തിലേ നല്ല കുളിയാ. വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മൾ വന്നിട്ടുള്ളത് നട്ടുച്ച സമയത്താ. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആനകൾ ഇതേപോലെ ശരീരത്തിൽ മൊത്തം ചളിയും മണ്ണും ഒക്കെ വാരിയിടുന്നതൊക്കെ. അതിനിടയിൽ കൂടെ ഇതാ ആശാൻ കാര്യവും സാധിക്കുന്നുണ്ട്. ഒരു നാണവും മാനവും ഇല്ലാത്തൊരു ആന. ഓ, ആ ചളിവെള്ളത്തിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാ സ്ഥലത്തും ചെവിയിലും കണ്ണിലും മൂക്കിലും ഒക്കെ ആയി തോന്നുന്നു. ആ ഒരു വെള്ള കൊമ്പിൻ്റെ ഒക്കെ ഒരു കോലം നോക്കിയേ. മെല്ലെ പോവുക ആശാൻ. ഡ്രൈവറെ സൈഡിൽ കൂടെ കണ്ടോ ആശാന്റെ നടപ്പ്. കുറച്ചു നേരം കൂടെ നോക്കിട്ടോ. എന്തായാലും ആന എവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടെ മുന്നോട്ട് പോയി. കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഇതാ ആന. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വീഡിയോനകത്തെ തുടക്കം മുതൽ അവസാനം വരെ ആനകളുടെ ഒരു 5-8 കളിയാണ്. അതിനിടയിൽ ഒരു ചെറിയ കുഞ്ഞുവാവയുണ്ട്. കുറച്ചു നേരമൊക്കെ ഇതിനെ നോക്കി നിന്ന് ആനയെ കാണുന്ന സമയത്തെ, ഇനി കാട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും ആനയെ കാണുന്ന സമയത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കി പോവല്ലേ. ഒന്ന് നോക്കിയിട്ട് കുറച്ചു നേരം അതിനെയൊക്കെ നോക്കി നിന്നിട്ടേ മാത്രമേ നമ്മൾ എല്ലാവരും പോവാറുള്ളൂ അല്ലേ. ആനയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്ന് രാവിലെ ടൈഗറിനെ കണ്ടത് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെയാ. ടൈഗറും അതോടൊപ്പം 2 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു കാട്ടിൽ, ഈ ഒരു സ്ഥലത്തൊക്കെ. പക്ഷെ എന്തായാലും നമ്മൾ കുറേ നേരമായി 4 ഭാഗത്തേക്ക് നോക്കുന്നത്, ഒരു രക്ഷയില്ല. ഈ മാന് നടക്കുന്നത് കണ്ടോ, അത് ഒറ്റയ്ക്ക്. ഈ ടൈഗറിന്റെ ഗല്യാന്നറിയാത്ത നടത്താന്നാ തോന്നുന്നത്. ഇനി വരുന്ന സമയത്തെ കണ്ടാ കണ്ട്. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ ഇതാ ഈ ഒരു ഇറങ്ങുന്ന സമയത്തെ ആ ഒരു ജിപ്സി പോകുന്നത് കണ്ടോ. അതിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെ കണ്ടോ ആനകള് ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. എത്രമാത്രം ആനകളാന്ന്. ഇത് മാത്രല്ല കേട്ടോ, ഇതിന്റെ ബാക്കിലേക്കും ഇതിന്റെ സൈഡിലേക്കും ഒക്കെ ആനകൾ തന്നെയാണ്. ഇതൊക്കെ ഒരു തക്കിടുവാവ, ഒരു ക്യൂട്ട് ബേബി. നല്ല തീറ്റയാ പുല്ല് പറിച്ചിട്ട്. വലിയ ആനകളൊക്കെ പുല്ല് തിന്നുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ എല്ലാ സമയവും ഇവർ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്.
കുറേ സമയമൊക്കെ നോക്കി നിന്നു, എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. അവസാനം ഡ്രൈവർ പറഞ്ഞു മതി പോവാന്ന് പറഞ്ഞതിന് ശേഷം മെല്ലെ പോവുകയാണ്. ഇത്രയ്ക്ക് അടുത്താ എങ്കിലും ആശാൻ ഒരു കുലുക്കവും ഇല്ല. പുല്ല് പറിച്ച് തിന്നെ. അതിനെടുത്തൂടെയും ആനേൻ്റെ മുകളിലും ഒക്കെ മൈന. എന്താ സംഭവം എന്നറിയോ? പുല്ല് പറിക്കുന്ന സമയത്തെ അതിനുള്ളിൽ നിന്ന് ചാടുന്ന പ്രാണിയൊക്കെ ഉണ്ടാവുമല്ലോ, പുഴുവൊക്കെ, അതിനൊക്കെ കൊത്തിപ്പെറുക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ചുളുവിൽ ഒരു ഫുഡ് അടിക്കാൻ വന്നിട്ടില്ല ആളുകളാ. എന്തായാലും കുറച്ച് വിട്ടു നിന്നോ ആനയുടെ അടുത്തുനിന്നേ. 1000ന്റെ മുകളിലേ ആനകളുണ്ട് ഈ ഒരു കാട്ടില്. പിന്നെ എങ്ങനെ ആനേനെ കാണാണ്ടിരിക്കല്ലേ? വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ ആന, വല്ലാത്തൊരു മുതൽ തന്നെ. അതേപോലെ തന്നെ 100ൽ പരം കടുവകളും ഈ ഒരു കാട്ടിലുണ്ട്. ഡ്രൈ എന്ന് വെച്ചാൽ ഡ്രൈ ഫോറസ്റ്റ് തന്നെയാട്ടോ ഇത്. പച്ചപ്പ് എവിടെയും കാണാനില്ല. കാടിൻ്റെ ഭംഗിയെ പച്ചപ്പ് ഉണ്ടെങ്കിലും ഇല്ലാത്ത സമയത്തായാലുണ്ടല്ലോ, ഈ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാലേ ഒരു ഒന്നൊന്നര സുഖം തന്നെയാട്ടോ. അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇനി ഏത് സമയത്തായാലും. അങ്ങനെ ഇതാ തിരിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ള അതേ സ്ഥലത്തെത്തി. അത് കണ്ടോ, അതൊരു കുങ്കിയാനയാണ്. വലിയ കുഴപ്പക്കാരനാണെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും എന്താ ഇവരും മെരുക്കൂലേ? രണ്ടാൾ നിൽക്കുന്നത് കണ്ടോ. 1 മണിക്കൂറാട്ടോ ഈ ഒരു സഫാരിയുടെ ടൈം വരുന്നത്. 1 മണിക്കൂറൊക്കെ എനിക്ക് തോന്നതേ ഒരു അരമണിക്കൂറേ ഉള്ളൂ എന്നാ. കാരണം അത്രയും പെട്ടെന്ന് സഫാരി തീർന്നു പോയി. ഇനി നമ്മൾ പോകുന്നതേ എലിഫന്റ് ക്യാമ്പിലേക്കാണ്. ഇവിടെ രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെയാണ് ഇവിടെ ഓപ്പൺ ആവുക. എന്താ സംഭവം എന്നറിയോ? ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാൻ പറ്റും. 30 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ സഫാരിക്ക് പോകാൻ ടിക്കറ്റ് എടുത്തില്ലേ, അതേ കൗണ്ടറിൽ തന്നെയാണ് ഇവിടേക്ക് വേണ്ട ടിക്കറ്റും എടുക്കേണ്ടത്. കൊമ്പന്മാരുടെ വരവ് കണ്ടോ. ഇതാണ് എലിഫന്റ് ഫീഡിങ് ക്യാമ്പ്. രണ്ടാളെ എപ്പോഴോ എത്തിയോ, ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയോ ആവോ. വരുന്ന ഒരു കൊമ്പൻ വരുന്ന കണ്ടോ. തുമ്പിക്കൈയൊക്കെ കൊമ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് വരുന്നത് കണ്ടോ. അടുത്ത ആളിതാ, അതൊക്കെ വേറൊരു തക്കുടുവാ വരുന്നത്. മണിയൊക്കെ കെട്ടിയിട്ട് അതിനിടയിൽ കൂടെ ഇതാ മയില്. ആനക്കൊമ്പ് കണ്ടോ, എന്താല്ലേ സൈസ്. അതിനിടയിൽ കൂടെ കാണുന്ന ആരെയാ നോക്കിയേ? മയിലിനാ. ആനയുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാ മയിലിൻ്റെ ഒക്കെ നടത്തോ. അടുത്ത കൊമ്പൻ. അടുത്ത ആളെ കണ്ടോ, അതിൻ്റെ കൊമ്പ് ഒരു 6 കൊമ്പിൻ്റെ ആയിരുന്നല്ലോ. എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറമ്പ് കിടന്നിട്ടേ കിടക്കുവോ എണീക്കോ എന്തൊക്കെയോ കളിയാ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എത്ര ആളുകളാ നോക്കിയേ. നിങ്ങൾ ഈ ഒരു റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ ഒന്ന് നിങ്ങൾ എന്തായാലും കാണട്ടോ. ഇനി നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളെ മക്കളെ തന്നെങ്കിലും ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണേ. ഇതാ ആനയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് ഓരോരോ ആനകളുടെ പേര് എഴുതിയിട്ടേ ഇതാ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഒരു രസം. കരിമ്പൊക്കെ വെച്ച് കണ്ടോ. എന്തായാലും ആദ്യം ഫുഡ് കൊടുക്കുന്നത് ഇതാ ഈ ഒരു മണിയൊക്കെ കെട്ടിയിട്ടുള്ള ഈ ഒരു തക്കുടുവാവയ്ക്കാ. ആ ഒരു ആനയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു ബെല്ല ഫുഡ് എടുത്തുകൊണ്ടൊന്ന് മത്സരിച്ച് കൊടുക്കുക എല്ലാ ആനകൾക്കും. എന്തായാലും ഇതാ ഈ കൊമ്പനെ കുറെ നേരമായി നോക്കി നിൽക്കുന്നു. എനിക്ക് കിട്ടിയില്ലല്ലോ നോക്കി ഇതാ വായം തുറന്ന് കുറെ നേരമായി നിൽക്കുന്നു. ഇതാ അവസാനം കൊണ്ട കൊടുത്ത് സമാധാനായി. എന്താടാ വേണ്ടേ? മതിയോ? എന്നാ പിന്നെ മതി, ഞാൻ പോവാ. ഞാനും കൂടെ വരുന്നു എന്നും പറഞ്ഞ് മെല്ലെ തക്കുടുവാവയും പോയി. ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് നമ്മൾ നേരെ ഇതാ ഈ ഒരു ബസ് കണ്ടോ, മൈസൂരേക്ക് പോകുന്ന ബസ്സാ. ഇതിനകത്ത് കയറിയിട്ട് നേരെ ഗുണ്ടിൽപേട്ടയ്ക്ക് പോവാണ്. ആനകളെ ഇഷ്ടപ്പെടുന്ന ആനപ്രേമികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നമ്മൾ നേരെ ഗുണ്ടിൽപേട്ട പോകുന്നു, സുൽത്താൻ ബത്തേരി പോകുന്നു, കോഴിക്കോട് പോകുന്നു, അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നു. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.